തുർക്കിയുടെ കാര്യം കട്ടപ്പുകയായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. തുർക്കിയുടെ കാര്യം കട്ടപ്പുകയായി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. നരേന്ദ്രമോദിയുടെ കൂടെ കളിച്ച ലോക നേതാക്കളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. മലേഷ്യയിലെ മുൻ പ്രധാനമന്ത്രിയുടെ ഗതി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. മാൽദീവ്സിലെ മുഹമ്മദ് മൊയ്സുവിൻ്റെ ഗതി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പാകിസ്ഥാൻ്റെ ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയുടെ ഗതി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റിൻ്റെ ഗതി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ എക്സാമ്പിളുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോഴിതാ അതിലേക്ക് ഒരു രാജ്യം കൂടെ വന്നിരിക്കുകയാണ്, അതാണ് തുർക്കി. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാന് ഡ്രോണുകളും എന്തിനു പറയുന്നു, ഡ്രോണുകൾക്ക് പുറമെ തുർക്കിയുടെ പട്ടാളക്കാരെ പോലും പാകിസ്ഥാന് പ്രൊവൈഡ് ചെയ്തു എന്നുള്ള ആരോപണങ്ങളുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ ഇന്ത്യ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യൻ സർക്കാർ എടുത്തതല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് ആ തീരുമാനമെടുത്തത്. തുർക്കിയിലേക്ക് ഇനി പോകുന്നില്ല, തുർക്കിയിലേക്ക് വിസിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തുർക്കിക്കുണ്ടായിരിക്കുന്ന നഷ്ടം പാനിക് ഇൻ തുർക്കി എന്നാണ് പറയുന്നത്. അതായത് തുർക്കി വളരെയധികം ഭയപ്പെട്ടിരിക്കുന്നു. തുർക്കി സാമ്പത്തികമായി ടൂറിസ്റ്റ് മേഖലയിൽ തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. $300 മില്യൺ തുർക്കിക്ക് ഇതിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. മാസ് ഫ്ലൈറ്റ് ക്യാൻസലേഷനിലൂടെ മാത്രമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത്, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ജനങ്ങൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ തുർക്കിക്ക് സംഭവിച്ചിരിക്കുന്നത് $300 മില്യൺ നഷ്ടമാണ്. ഇനി ഫ്ലൈറ്റിലേക്ക് അവിടെ എത്തിയാൽ എത്രത്തോളം പൈസയായിരിക്കും നമ്മുടെ ജനങ്ങൾ അവിടെ ചിലവാക്കുന്നത്? ഈ $300 മില്യൺ ഫ്ലൈറ്റിന് മാത്രം നമ്മൾ കൊടുക്കുന്നത്, അത് വെറും വണ്ടിക്കൂലി മാത്രമാണ്. അവിടെ ഇറങ്ങി ഹോട്ടലുകളുണ്ട്, ഭക്ഷണം കഴിക്കണം, മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ തുർക്കിയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിപ്പെടേണ്ട മറ്റൊരു വലിയ വ്യാപാര ശൃംഖല, ഇത് ചെറുത്, മറ്റത് വലുതാണ്. ആ വലിയ വ്യാപാര ശൃംഖലയ്ക്ക് ഉണ്ടായ നഷ്ടം എത്രയായിരിക്കും? അത് ഏകദേശം $1500 മില്യൺ വരും എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും തുർക്കി 250% ക്യാൻസലേഷൻ സ്പൈക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നും കണ്ടിരിക്കുന്നത്. തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ടൂറിസ്റ്റുകൾ $300 മില്യൺ ഈ ഫ്ലൈറ്റിൻ്റെ അതായത് ഈ യാത്രാക്കൂലിക്ക് മാത്രം തുർക്കിഷ് എക്കണോമിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നു. അതെന്തായാലും ഇത്തവണ നഷ്ടപ്പെട്ട് കിട്ടി. തുർക്കീസ് big fat Indian wedding market also stays at a ₹770 crore loss എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് തുർക്കി ഒരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അതായത് കല്യാണം, വിവാഹം സ്വർഗത്തിൽ വെച്ചെന്നൊക്കെ പറയുന്നത് പോലെ വിവാഹം തുർക്കിയിൽ വെച്ച് നടത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ തുർക്കിയിലെ ഇസ്താൻബുളിലേക്കൊക്കെ പോകുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കും. അങ്ങനെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയായിരുന്നു തുർക്കി. അവിടെയുള്ള കപ്പഡോക്കിയ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ആൾക്കാർ പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ പോകുന്നതും ഇപ്പോൾ ജനങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഇനി തുർക്കിയിൽ വെച്ച് വിവാഹം നടത്തേണ്ട, പകരം ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങളാണ് പൈസയുള്ള ജനങ്ങൾ ഇന്ത്യയിൽ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തുർക്കി വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. നേരത്തെ തുർക്കിയുടെ വിമാന കമ്പനിയായിട്ടുള്ള വിമാന നടത്തിപ്പുകാരായിട്ടുള്ള സെലിബിയെ ഇവിടെ നിന്നും നമ്മൾ കെട്ടുകെട്ടിച്ചിരുന്നു. അതിനെ തുടർന്ന് തുർക്കി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ഞങ്ങളല്ല കെട്ടുകെട്ടിച്ചത്, രാജ്യത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി വ്യോമ അതോറിറ്റിയാണ് ഇത് ചെയ്തത് എന്നാണ് ഇന്ത്യയുടെ ആ സമയത്തെ തുർക്കിയോടുള്ള മറുപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.